അപ്പോൾ എല്ലാവരും കാത്തിരുന്ന SSLC ഫലം ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 10ാം ക്ലാസ്സുകാരൊക്കെ വളരെ ഭയത്തോടു കൂടി എത്ര A+ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാം 10ാം ക്ലാസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ A+ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത് തന്നെ. അപ്പം എത്ര A+ ഉണ്ടാവും, എത്ര വിജയശതമാനം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ആ ഒരു കാത്തിരിപ്പിന് ഇന്ന് വിരാമമായി. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് ഫലപ്രഖ്യാപനം നടത്തി. അതിൽ SSLC പരീക്ഷാ ഫലം 99.5% ഇത്തവണ വിജയശതമാനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അത് കുറച്ച് കുറവാണെന്നുള്ള ഒരു പോയിന്റിന് കുറച്ച് കുറവും കൂടിയാണ്. അപ്പോൾ അതൊരു വിധത്തിൽ നമ്മൾ ഒരു മോശം കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം നമ്മളെല്ലാവരും ജയിപ്പിച്ച് വിട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ. കാര്യം ഇനി ഇപ്പോഴത്തെ കൂടുതലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലും എന്താണ് അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് ടെക്നോളജിക്ക് അനുസരിച്ച് പുതിയ ഒരുപാട് പദ്ധതികൾ ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പരീക്ഷാ സമ്പ്രദായത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളുടെ ഒരു അവരെ കൂടുതൽ ഫ്രീ ആക്കുന്ന രീതിയിലാണ് കൂടുതലും വിദ്യാഭ്യാസ നടപടികൾ ഇപ്പൊ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വർഷം കഴിയുന്തോറും എക്സാമിന്റെ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ മാറ്റങ്ങളും നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതേപറ്റി ഇനി ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും മാറ്റിയിട്ട് അല്ലാത്ത എന്താ പറയാ എല്ലാ മാസവും ഒക്ടോബറിലും മാർച്ചിലും ഒഴികെ 10 മാസങ്ങളിലും പരീക്ഷകൾ നടത്തുന്ന രീതിക്കാണ് എന്നൊക്കെ. അപ്പൊ അത് ചിലപ്പോ ഇത്തവണ വിജയശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉയർത്താനൊക്കെ സഹായിച്ചേക്കാം. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ജയിക്കില്ലായിരുന്നു. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കി. പക്ഷെ അത്രത്തോളം സ്ട്രിക്റ്റ് ഒന്നും ഇപ്പൊ ഇല്ലാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ എല്ലാ കുട്ടികൾക്കും ഇപ്പം ഫുൾ എനിക്ക് അറിഞ്ഞുകൂടാ അത്രത്തോളം. അത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും മിക്കവർക്ക് ഫുൾ A+ എന്നുള്ള ഒരു രീതിയാണ്. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമുള്ള ഒരു സമയത്ത് ഫുൾ A+ തന്നെയായിരുന്നു എല്ലാവർക്കും. അതിൽ നിന്ന് ഇപ്പോൾ കുറച്ചും കൂടെ ഒരു പിടുത്തം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രവൃത്തി ദിനങ്ങളുടെ കാര്യങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ സിലബസ് എക്സാം കാര്യങ്ങളെല്ലാം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിരുന്നു. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ വിജയശതമാനം കുറയാൻ എന്ന് പറയാനുള്ള കാരണം. 4,24,583 കുട്ടികളായിരുന്നു ഈ പറഞ്ഞ എക്സാമിൻ്റെ വിജയിച്ചിരുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയപ്പോൾ 61,449 പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഈ ഫുൾ A+ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ വലിയ ചരിത്രം. ഇനിയിപ്പോൾ +1 +2 അഡ്മിഷൻ വരാൻ നേരത്ത്, അതായത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പത്തെ ഒരു സമയത്ത് 2-3 വർഷം മുമ്പത്തെ സമയത്ത് ഫുൾ A+ ഈ കോവിഡിന്റെ സമയത്ത് ഫുൾ A+ വന്നു. എന്നിട്ട് +1 +2 അഡ്മിഷൻ ഇല്ല, സീറ്റ് ഇല്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വന്നായിരുന്നു. അതൊക്കെ നമ്മുടെ ശരിക്കും വിദ്യാഭ്യാസ മേഖലയിലെ കുറച്ചൊരു കോട്ടങ്ങളായിട്ട് പറയാൻ പറ്റും. കാരണം പഠിക്കാത്ത കുട്ടികൾ വരെ ഫുൾ A+ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തെ ഗൂഗിൾ മീറ്റും അങ്ങനെയൊക്കെ ക്ലാസ്സുകളായിരുന്നല്ലോ. അതിന്റെ ഒരു രീതിക്കായിരിക്കും ഒരുപക്ഷെ കുറച്ചൊന്ന് അയഞ്ഞ് മാർക്കിട്ട് കൊടുത്തത്. പക്ഷെ അത് +1 +2 സീറ്റ് ഇല്ല പറയാൻ നേരത്ത് നമ്മളെന്താ എനിക്ക് ഫുൾ A+ ഉണ്ട്, പക്ഷെ സീറ്റ് ഇല്ല, പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ സീറ്റ് ഇല്ല, അത്തരത്തിലൊരു സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് പിടിച്ച് ആവശ്യത്തിന് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം വിജയശതമാനം കുറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെ, അതുപോലെ തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് വിജയശതമാനം വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാം കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരമാണെന്ന് പറഞ്ഞാൽ കൂടി അവിടെയാണ് വിജയശതമാനം കുറഞ്ഞു വന്നിരിക്കുന്നത്. എന്നാൽ അക്ഷരനഗരിയാണ് കോട്ടയം എന്ന് പറഞ്ഞാലും കോട്ടയത്തിന് അത്രത്തോളം വന്നിട്ടുള്ള കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം എത്തിയിരിക്കുന്നത്. അതുപോലെ 2331 സ്കൂളുകൾക്ക് 100% വിജയം ലഭിച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഇനിയുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഏത് കോഴ്സ് അങ്ങനെയുള്ള ചിന്തകളുടെ ഒരു സമയമാണ്. കാരണം 10ാം ക്ലാസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഏതൊരു കാര്യത്തിന് നോക്കുമ്പോഴും SSLCയുടെ സർട്ടിഫിക്കറ്റ് അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നിർണായകം, ലൈഫിൽ നിർണായകം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വളരുന്നത് തന്നെ. അതെ, അപ്പം അതിനത്രമാത്രം ഇമ്പോർട്ടൻസ് കുട്ടികൾ കൊടുക്കുന്നുമുണ്ട്. അതെ. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം പറയാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നടക്കുന്ന ആ ഒരു സമയം, നടക്കാൻ പോകുന്ന സമയത്തായിരുന്നു നമ്മുടെ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കൊലപാതകം നടന്നത്. അപ്പോൾ ആ കുട്ടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരെ എക്സാം എഴുതിക്കാനുള്ളൊരു അവസരമൊക്കെ കൊടുത്തിരുന്നു സർക്കാർ. പക്ഷെ അവരുടെ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നില്ല. അല്ലെങ്കിൽ പരീക്ഷ എഴുതിപ്പിക്കരുതായിരുന്നു. അത് അന്നും നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. അന്ന് എന്തിനാണ് ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് എന്നുള്ള രീതിക്ക് ചോദിച്ചിരുന്നു.
പക്ഷെ അന്ന് അവരെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു, പക്ഷേ ഇന്ന് റിസൾട്ട് വന്നില്ല. മാറ്റി വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം പറയാം. കാരണം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആദ്യം പരീക്ഷ എഴുതിപ്പിക്കില്ലെന്ന് പറഞ്ഞു, പിന്നീട് നാട്ടുകാരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അതിന് ഉയർത്തിയത്. അപ്പം എന്നിട്ട് പോലും അത് വകവെക്കാതെ അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു. ഇപ്പൊ അതിന്റെ റിസൾട്ട് ഇനി മാറ്റി വെക്കുന്ന പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിസൾട്ടും വരും. ഇതിപ്പോ അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഒരു പ്രഹസനം പോലെ. അപ്പൊ അന്നത്തെ ഒരു സമയത്ത് എല്ലാവരും കുറെ ആൾക്കാർ, അതായത് ഒരു 100%-ൽ 70% ആൾക്കാരും ഇവരെ പരീക്ഷ എഴുതിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ വന്നവരായിരുന്നു സാധാരണ മനുഷ്യർ. പക്ഷേ ആ ഒരു നിലപാടിൽ നിന്ന് മാറിയിട്ടായിരുന്നു ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കണം, അവർ കുട്ടികളാണ്, അവർക്ക് തെറ്റ് പറ്റിയതാണെന്നുള്ള രീതിക്കൊക്കെ ന്യായീകരിച്ചും അങ്ങനെയൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരികയും പരീക്ഷ എഴുതിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊരു ഫലം ഉണ്ടായില്ല. ഇപ്പൊ പരീക്ഷ എഴുതിച്ചിട്ട് എന്തായി? റിസൾട്ട് വന്നൂല, റദ്ദാക്കി. വെറും ഒരു കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ റിസൾട്ടും വിടും. പക്ഷെ അങ്ങനെയല്ല, പരീക്ഷ എഴുതിക്കരുതായിരുന്നു. അതായിരുന്നു അതെ, അന്ന് പറഞ്ഞിരുന്നത് ഇവരെ പരീക്ഷ എഴുതിച്ച് നാളെ ഇവര് വീണ്ടും ഒരു ഗുണ്ടകളാവാൻ പോകുന്ന ഒരു കുട്ടികളാണ്. കൊടും ക്രിമിനലിനെ മുന്നോട്ട് പഠിപ്പിക്കുന്നത്. അതെ, വീണ്ടും ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ക്രിമിനൽ മൈൻഡ് വരുമ്പോഴത്തേക്കിനും അവര് ശരിക്കും കുട്ടികളല്ല, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതിലും വലിയ പ്രവർത്തികളായിരിക്കും ഇവര് ചെയ്യുന്നത്. അതെ, താമരശ്ശേരിയിൽ ഇനി വരാനിരിക്കുന്ന 6 പേരടങ്ങുന്ന ഒരു ഗുണ്ടാസംഘമാണ്, ഭാവിയിലെ ഒരു ഗുണ്ടാസംഘമാണെന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആസൂത്രണം ചെയ്തിട്ടായിരുന്നു അവർ ആ കൊലപാതകം നടത്തിയതും. ഇങ്ങനെ കുറ്റം ശിക്ഷിക്കപ്പെടില്ല, അങ്ങനെ പല വിധത്തിലുള്ള ആലോചനകൾക്ക് ശേഷമാണ് അവർ ആ കുറ്റകൃത്യം നടത്തിയത്. അതെ, അപ്പം അങ്ങനെ റിസൾട്ട് വന്നു, എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് അത്തരത്തിലൊരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചാണ്. കാര്യം അത് ആരും മറന്നിട്ടില്ല. എന്നാൽ കൂടി ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയും ഇന്ന് SSLC പരീക്ഷയുടെ റിസൾട്ട് വന്ന് അത് നല്ല രീതിയിൽ പഠിക്കാൻ കഴിവുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീട്ടിലെ മൂത്ത കുട്ടി കൂടിയായിരുന്നു, ആകെ വീടിന്റെ ഒരു ആശ്രയം കൂടിയായിരുന്നു. അതെ, അപ്പോൾ ആ കുട്ടി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ആ ഒരു സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല, അവർ ശരിക്കും ക്രിമിനൽസ് ആണ്. അവരുടെ റിസൾട്ട് റദ്ദാക്കിയ വാർത്തയും കൂടി ഇതിനോടൊപ്പം നമ്മൾ പറയുകയാണ്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഈ 10ാം ക്ലാസ് ഒരു നിർണായകമായ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി അവിടുന്ന് +1 +2 അഡ്മിഷനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിലൊക്കെ നല്ല രീതിക്ക് അഡ്മിഷനും അതുപോലെ തന്നെ സീറ്റ് കിട്ടാതെ ഉള്ള കഴിഞ്ഞ വർഷങ്ങളിലെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ പഠിക്കാൻ വിടുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് വളരെ കറക്റ്റ് കാര്യം. ചിലവർക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞ കുറേ കോഴ്സുകൾ ഉണ്ടാവും. അപ്പം വീട്ടുകാർ പറയും നീ ഡോക്ടർ ആവണം, നഴ്സ് ആവണം എന്നുള്ള രീതിക്കൊക്കെ പറയും. പക്ഷെ കുട്ടിക്ക് അതല്ല ആവേണ്ട, അഡ്വക്കേറ്റ് ആവണം എന്നാണെങ്കിൽ അത് ആ വഴിക്ക് അപ്പോൾ അതിൻ്റെതായ രീതിക്ക് കോഴ്സുകൾ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുട്ടികളെ പ്രഷർ ചെയ്ത് ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത് കൊണ്ടൊരർത്ഥം ഉണ്ടെന്ന് തോന്നില്ല. ഇഷ്ടപ്പെട്ടത് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും പഠിക്കുന്ന കാര്യത്തിലൊക്കെ. പിന്നെ ചിലവർക്ക് ഓരോ കോഴ്സിൻ്റെ അനുസരിച്ചും ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലവർക്ക് പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സ് ഇൻട്രസ്റ്റ് കാണും. അതുപോലെ ഇപ്പം നമ്മുടെ സർക്കാരാണെങ്കിലും കൂടുതലും കുട്ടികളെ ഫ്രീ ആക്കാനുള്ള നടപടികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു രീതിയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുപോലെ സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ +1 +2 സീറ്റ് ഇല്ലാതെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതെ എല്ലാവർക്കും ഇപ്പോൾ ഈ ഇത്രയും കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. 60,000-ന് മേളിൽ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്നും സീറ്റ് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അതിന് പിന്നിലേക്ക് ഈ ഫുൾ A+ കഴിഞ്ഞ 9A+, 8A+, 7A+ അങ്ങനെ ബായ്ക്കോട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്കുകൾ തന്നെയാണ്. വളരെ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ഒരു A+ ഒക്കെ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്കും സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം വരാതെ എല്ലാവർക്കും കറക്റ്റായിട്ട് +1 +2 അഡ്മിഷനും എല്ലാം കിട്ടി വളരെ നല്ല രീതിക്കൊരു അധ്യയന വർഷം ഇനി തുടങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.